നമ്മൾ ഉദ്ധരിച്ചു കൊടുക്കേണ്ടതില്ലാത്തതുണ്ടെങ്കിൽ അതവിടെ തന്നെ വെക്കും, പിന്നെ അത് ഉദ്ധരിക്കാതെ പോരും. ഇങ്ങനെ ഇബ്നു സലാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇതവരുടെയൊക്കെ ഫത്താവൊക്കെ അടിച്ചറക്കാൻ തുടങ്ങിയപ്പോൾ അതിലൊക്കെ കാണുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ചില വഴി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ വഴി ഇതൊക്കെ മഹാന്മാരായിട്ടാണ് വരുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നപ്പോൾ മുഖ്തസറു അബീ ശുജാ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം എനിക്ക് 14 വയസ്സ് പ്രായത്താണ് എൻ്റെ ഗുരു ഷെയ്ഖ് മുഹമ്മദ് ജുവൈനി എന്നവർ അബ്ദാലും അഖ്താബും എന്നൊക്കെ പറഞ്ഞതിനെതിരിൽ വല്ലാതെ ശകാരം ചൊരിഞ്ഞു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കത് വല്ലാത്ത നീരസം. മഹാൻ പറയാ, പക്ഷെ ഒന്നുണ്ടായിരുന്നു, അദ്ദേഹം അന്ധനായിരുന്നു. എൻ്റെ ഗുരു അന്ധനായിരുന്നു. ആ അന്ധനെ കൈപിടിച്ച് എല്ലായിടത്തേക്കും കൊണ്ടു നടക്കാനുള്ള ഖാദിമ ഞാനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരുടെയും ആദരണീയരായ ഞങ്ങളുടെ മഹാഗുരു ഷെയ്ഖ് സക്കരിയ അൽ അൻസാർ റളിയല്ലാഹു അൻഹു തങ്ങളവറുകളുണ്ട്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി ആണെന്ന് നമുക്കറിയാലോ. ആ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ അവിടുത്തെ ജാമിഉൽ അസ്ഹറിലെ മഹാഗുരുവാണ്. ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ ഗുരു പോകും. അപ്പം ഞാനാ കൂടെ പോകാറുള്ളത്. ഞാനൊരിക്കൽ സക്കരിയ അൽ അൻസാരി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഗുരു ഷെയ്ഖ് മുഹമ്മദ് ജുവൈനി അന്ധനാണ്, മഹാനും ഇരിക്കുന്നു. ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി ഇദ്ദേഹത്തെ വല്ലോ ആദരിക്കും. വലിയ പണ്ഡിതനാണല്ലോ, അന്ധനുമാണ്. അല്ലാഹു തആല അന്ധനാക്കി എന്ന് പറഞ്ഞാലും കണ്ണ് കാണാതാക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ മഹാഭാഗ്യല്ലേ. അവർക്ക് വലിയൊരു ബല ആണെങ്കിലും അല്ലാഹു തആലാന്റെ അടുക്കൽ ഒരു വലിയ മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യമുള്ള ആളെന്ന നിലയ്ക്ക് സക്കരിയ അൽ അൻസാരി തങ്ങൾക്ക് ഇദ്ദേഹത്തോട് വല്ലാത്ത ആദരവാണ്. ഈ ആദരവ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ അവരുടെ മുമ്പിൽ അദ്ദേഹം വളരെ ആദരണീയമായി ഇരുത്തപ്പെട്ട കൂട്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, കുതുബ് അബ്ദാല് എന്നൊക്കെ പറയുന്ന കൂട്ടരില്ലേ, എന്താണ് അവരുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞു. ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ ഇത് നല്ലപോലെ അറിയുന്ന ഇൽമുൽ ബാത്തിലും ഇൽമുൽ ലാഹിറിലും, അതായത് ഇൽമു ശരീഅത്തിലും ഇൽമുൽ ഹഖീഖത്തിലും എല്ലാം അത്യുന്നതനായിട്ടുള്ള മഹാനാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി വളരെ സംതൃപ്തമായിരിക്കുമെന്ന് എനിക്കറിയാം. അവർ പറഞ്ഞു, അതെല്ലാം പരമസത്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രമാണബദ്ധമാണല്ലോ, അതൊക്കെയും വിവരമുള്ള ഉലമാക്കളും വെളിച്ചമുള്ള ഹൃദയക്കാരും സത്യസന്ധന്മാരായ ആരിഫ്യങ്ങളും പറഞ്ഞു തന്ന വസ്തുതകളാണല്ലോ, നിഷേധിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇതാ എൻ്റെ ബഹുഗുരു, എൻ്റെ ബഹുവന്യരായ ഈ ഗുരു, അദ്ദേഹം അതിനെ നിഷേധിക്കുന്നു, സമ്മതിക്കുന്നില്ല, അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി, അങ്ങനെയോ ഷെയ്ഖ് എന്ന് ഇദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെയല്ല. ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി ചോദിച്ചപ്പോ എൻ്റെ ഷെയ്ഖ് മുഹമ്മദ് ജുവൈനി അത് അക്ഷരം പ്രതി സമ്മതിച്ചു. ആ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ആ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ മരിക്കുന്നതുവരെ നിലക്കൊണ്ടു. പിന്നെ ഈ മഹാത്മാക്കളെയോ അത്തരം വലിയവരെയോ അദ്ദേഹം നിഷേധിക്കാൻ പുറപ്പെട്ടിട്ടില്ല. ഇതേ കാരണം അദ്ദേഹത്തിന് എന്തേ വേണ്ടുള്ളൂ, ഷെയ്ഖ് സക്കരിയ അൽ അൻസാരിയെ പോലുള്ള വെളിച്ചമുള്ള പ്രശോഭിത ഹൃദയമുള്ള ഉലമാക്കൾ പറഞ്ഞാൽ അത് സത്യമല്ലാതിരിക്കില്ല എന്ന ഈമാനിന്റെ ശരിയായ സമ്മതവും അംഗീകരണവും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ജുവൈനി എന്ന പണ്ഡിതനിലുണ്ടായിരുന്നു. ഹിദായത്തിന്റെ നൂറുള്ളത് കൊണ്ട്, നിഷേധ മനസ്സല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ സക്കരിയ അൽ അൻസാരി പറഞ്ഞപ്പോഴേക്ക് സമ്മതിച്ചു. അങ്ങനെ തന്നെ അദ്ദേഹം നന്നായി. ഇതെന്റെ 14-ാം വയസ്സിലെ സംഭവം അദ്ദേഹം വിവരിക്കുന്നു. ഇതിനൊപ്പം എനിക്ക് 18 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞാൻ ഓതുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം അശംസുദ്ദുൽജി എന്ന മഹാനുടെ അടുക്കലാണ്. ഷെയ്ഖുൽ ഇസ്ലാം അശംസുദ്ദുൽജി എന്ന ജാമിഉൽ അസ്ഹറിലെ ഒരു മഹാപണ്ഡിതൻ. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് തന്നെ അന്നത്തെ ജാമിഉൽ അസ്ഹറിൽ വാഴ്ത്തപ്പെടണമെങ്കിൽ എത്ര മഹോന്നതനാവണം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തപ്പെടുന്നവരാണ് സക്കരിയ അൽ അൻസാരിയും. ആ നിലക്കുള്ള ഷെയ്ഖുൽ ഇസ്ലാമായി വാഴ്ത്തപ്പെടുന്ന ഷെയ്ഖ് ദുൽജി, അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഓതുന്നത് തഫ്താസാനിയുടെ ശറഹുൽ തൽഖീസാണ്. അതായത് നമ്മളെ മുഖ്തസറുൽ മഅനി ഈ ശറഹുൽ തൽഖീസ് ഓതുകയാണ്. അതുപോലെ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഉസൂലുദ്ദീനിലെ ഒരു കിതാബും ഇത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൽ നിന്ന് ഓതുന്നത്. ആ ഓതലിനിടയിൽ മഹാനായ ഇബ്നുൽ ഫാരിൽ എന്നവരെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ടായി. ഈ പരാമർശവും സംസാരവും വന്നപ്പോഴേക്ക് അദ്ദേഹം അങ്ങ് കത്തിക്കയറി. ആരാണ് ഇബ്നുൽ ഫാരിൽ എന്നും പറഞ്ഞിട്ട് അല്ലാഹു തആല അയാളെ ശപിക്കട്ടെ, അയാൾ എന്ത് കാഫിറാ എന്നാ പറഞ്ഞു. അയാൾ എന്ത് വലിയ കാഫിറാണ്, എന്തോ ഒരു കുഫറിന്റെ കലിമത്താണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്.
കൈഫ വകലാമുഹു യൻതിഖു ബിൽ ഹുലൂലി വൽ ഇത്തിഹാദ്. അള്ളാഹു ഇവിടത്തെ പ്രാപഞ്ചിക വസ്തുക്കളിൽ അവതരിച്ചു എന്ന് വരെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം എന്ത് വലിയ കാഫിറാണ് എന്ന് ഇബ്നുൽ ഫാരിദ് എന്നവരെ കുറിച്ചുള്ള ഒരു സംസാരം ഷെയ്ഖ് ദുൽജി എന്ന ഗുരുവിൽ നിന്ന് വന്നു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. 14 വയസ്സുകാരനാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലത്തെ മനസ്സിലാക്കി വരുന്നതിന്റെ വിപരീതവും സത്യത്തിനെതിരുമായപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹാഷാഹു മിനൽ കുഫ്രി വൽ ഹുരൂരി വൽ ഇത്തിഹാദ്. കുഫറിലൊന്നും അദ്ദേഹം പെടില്ല. അവതാര സങ്കല്പത്തിലോ അള്ളാഹുവും മറ്റും കൂടി അദ്വൈതം എന്ന രീതിയിലുള്ള സങ്കല്പത്തിലോ ദർശനത്തിലോ ഒന്നും അദ്ദേഹം പെടില്ല, ഒരിക്കലും പെടാനിടയില്ല. അദ്ദേഹം മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മഹത്തായ പദവികൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് എന്റെ നേരേക്കും തിരിഞ്ഞു, അദ്ദേഹത്തെ വീണ്ടും കുറ്റപ്പെടുത്താൻ പറഞ്ഞു. ഫഅഗ്ലഖ്തു അലൈഹിൽ ജവാബ്. അപ്പോൾ ഞാൻ മറുപടിയെ അല്പം കനപ്പിച്ചു, കുറച്ചുകൂടി ഗൗരവം കൂട്ടി ഞാനും മറുപടി പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം നീണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ നിന്നൊരൽപ്പം അയവ് വരാൻ ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിദ്യ പ്രയോഗിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി പറയാണ്, ഇദ്ദേഹം ഒരു ശ്വാസമുട്ട് രോഗിയാണ്. ആ ശ്വാസമുട്ട് രോഗമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇളകിയാൽ അദ്ദേഹത്തിന് തല ചായ്ച്ച് കിടക്കാൻ പോലും കഴിയില്ല. അത്ര വലിയ ശ്വാസമുട്ട് രോഗിയാണ് അദ്ദേഹം. അതിൻ്റെ പ്രയാസം എത്രയോ തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ വെച്ചിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി മേലിൽ അങ്ങയുടെ രോഗം തിരിച്ചു വരില്ല, ഞാൻ വാക്ക് നൽകുന്നു. ഇബ്നുൽ ഫാരിദ് എന്നവരെ കുറിച്ചും അദ്ദേഹത്തെ പോലുള്ള സൂഫി വര്യന്മാരെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും നിങ്ങളൊന്നും ഇതുപോലെ കുറ്റം പറയരുത്, മോശപ്പെട്ട ചിന്ത വെച്ചു പുലർത്തരുത്. അവരുടെ ജീവിതം കഴിഞ്ഞു പോയില്ലേ എത്രയോ നൂറ്റാണ്ട് മുൻപ്. ആ നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞു പോയവരെ എന്തിന് നമ്മൾ ഇപ്പം കുറ്റപ്പെടുത്തണം? അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഈ രോഗം തീർത്തും സുഖപ്പെടുമെന്നും ആ നിലപാടിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം രോഗം വരില്ല എന്നും ഞാൻ അദ്ദേഹത്തോട് അങ്ങ് പറഞ്ഞു. അദ്ദേഹം അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ആകട്ടെ അങ്ങനെ ഉറപ്പിച്ചു പറയൂ മഹാഗുരു, ഞാൻ ഏറ്റെടുത്തു ആ കാര്യം എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞു. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ കുറ്റം പറഞ്ഞില്ല. അവിടെ മുതൽക്ക് നീണ്ട കാലം ഇബ്നുൽ ഫാരിദ് എന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ആക്ഷേപിക്കുന്ന ഔലിയാക്കളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റപ്പെടുത്താതിരുന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് ഈ രോഗം വന്നിട്ടുമില്ല. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം കണ്ടോ ഔലിയാക്കന്മാരെ കുറ്റം പറയാതിരുന്നപ്പോൾ രോഗമല്ലല്ലോ. അന്നേരം അദ്ദേഹം നന്നായി ചിരിക്കും, അത് ആസ്വദിച്ച് ചിരിക്കും, കൗതുകം കൊണ്ടിരിക്കും. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ നീങ്ങി കുറേ കാലം ഈ രോഗമുണ്ടായില്ല. പക്ഷേ എന്തോ ദൗർഭാഗ്യം, ഇടയ്ക്ക് അദ്ദേഹം വീണ്ടും ഇത്തരം ഔലിയാക്കന്മാർക്കെതിരിൽ ആക്ഷേപം മുഴക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ആ രോഗം വീണ്ടും വരും ചെയ്തു. അങ്ങനെ തന്നെ അദ്ദേഹം മാനരയിൽ തന്നെ മരിക്കും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് ദുൽജിയുടെ ഭാഗ്യക്കേട് എന്ന അർത്ഥത്തിൽ ഈ അനുഭവത്തെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കാഫിറാണെന്നോ മുബ്തദിയാണെന്നോ പറയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ഇത്തരം മഹാത്മാക്കളായ ഔലിയാക്കളെ ആക്ഷേപിക്കുന്ന ഉലമാ ആക്ഷേപിക്കാൻ പറ്റുന്ന ശരിയായ കാരണമുള്ള ഉലമാക്കളാണ്. ശരിയായ കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രത്യേകമായ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടും മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശരീഅത്ത് പ്രകാരം അരുതാത്തത് ചെയ്തപ്പോൾ ഖദർ നബി അലൈഹിസ്സലാമിനോട് ചോദ്യം ചെയ്തില്ലേ? 2-3 തവണ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്തതിന്റെ സംതൃപ്തമായ മറുപടിയും അതിന്റെ ശരിയായ വിശദീകരണവും അള്ളാഹുവിന്റെ വഹയും അറിയിപ്പും സന്ദേശവും പ്രകാരമാണ് താനിങ്ങനെ ചെയ്തത് എന്ന് കിട്ടിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം സമ്മതിച്ചു, അംഗീകരിച്ചു, എതിർപ്പ് നിർത്തി. ഇത് ഖുർആനിൽ പരിചയപ്പെടുത്തിയെങ്കിലും മൂസാ നബി 3 പ്രാവശ്യവും ചോദ്യം ചെയ്തത് ശരീഅത്തിന്റെ ഉലമാക്കൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് ശരീഅത്തിന്റെ ഉലമാക്കൾ വേണ്ടാത്തത് കണ്ടാലോ വേണ്ടാത്ത പദപ്രയോഗം കണ്ടാലോ എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് ന്യായമുണ്ട്. എന്നാൽ നല്ല മാതൃക അതാന്ന് വിചാരിക്കണ്ടേ, നമ്മളാരും അത് സ്വീകരിക്കും വേണ്ട. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ എതിർക്കുന്ന ഉലമാക്കൾ മഅ്ദൂറുകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത്തരം വലിയാക്കന്മാരിൽ നിന്ന് വന്നാൽ വിഭ്രമാവസ്ഥയിൽ വന്നതായിരിക്കാം, അള്ളാഹുവിനെ തൊട്ട് ഉദ്ധരിച്ചതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ന്യായം കൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ വജ്ജിഹ് കലാമൽ ഖൗമി വൈറ മുഹത്തി
ഖതയിലേക്കും പിഴവിലേക്കും ചേർത്തുന്നതിലേറെ, കാഫിറാണ് മുബത്തദിയാണെന്ന് പറയുന്നതിലേറെ അവരുടെ വാക്കുകൾക്ക് ശരിയായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ബാഹ്യമായി മനസ്സിലാകുന്ന അർത്ഥതലത്തിൽ നിന്നും ഒരൽപ്പം വിദൂരമായ സാധ്യതയാണെങ്കിൽ പോലും അങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ നന്നാക്കിയിട്ട് കുറ്റപ്പെടുത്താതിരിക്കണമെന്നാണ് ഹിദായത്തുൽ അദ്കിയയിലൂടെ ബഹുമാനപ്പെട്ട വലിയ സൈനുദ്ദീൻ മഖ്ദൂം നമ്മളെ പഠിപ്പിച്ചത്, ഇബ്നു ഹജർ ഹൈതമി നമ്മളെ പഠിപ്പിച്ചത്. ഇതാണ് കേരളത്തിലെ ഉലമാഇന്റെ പൊന്നാനി മാർഗം. പൊന്നാനി സരണിയുടെ മഹത്വങ്ങൾ പലവിധേന ചിന്തിക്കുമ്പോൾ, ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കതിനോട് വിധേയത്വം കൂടിപ്പോകേണ്ടി വരും. ആ മഹത്തായ പൊന്നാനി സരണിയിലൂടെ നമ്മുടെ ഉലമാക്കന്മാർ സഞ്ചരിച്ചു പോന്നവരായതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കന്മാർ ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഫന്നിനെയോ ആ ഒരു സരണിയെയോ അതിൽ അറിയപ്പെടുന്ന പ്രത്യേകമായ തരത്തിലുള്ള സാങ്കേതിക പ്രയോഗങ്ങളെയൊന്നും എതിർക്കാത്തത്. അതാണ് നമ്മുടെ പാരമ്പര്യം. പൊന്നാനി വൈക്കെന്ന് മാത്രമല്ല, നമ്മുടെ ഉലമാ മഹത്തുക്കളുടെ മുഴുവൻ പാരമ്പര്യം ഇതാ. കുത്തുബ് എന്ന് പറയുന്നത് നിഷേധിച്ചിട്ട് ചില പണ്ഡിതന്മാരെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയെങ്കിലും അങ്ങനെയാണ് വസ്തുത എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സാധാരണക്കാരുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. കുത്തുബ് എക്കാലത്തും ഈ ലോകത്തുണ്ട് എന്നാണ് ഉഖ്റവിയായ ഉലമാക്കളും വെളിച്ചമുള്ള ഉലമാക്കളും മുഴുവൻ സമർത്ഥിച്ചിട്ടുള്ള പരമാർത്ഥം. എല്ലാം ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞുകൊള്ളണമെന്നില്ല. സൂചനകളുണ്ടാകും, പേരുകൾ ചിലപ്പോൾ പുതുതായി ഉണ്ടാക്കിയതാകാം, തിരിച്ചറിവിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്നതാകാം. ആ തിരിച്ചറിവിന് വേണ്ടി പേരുകൾ പുതുതായി ഉണ്ടാക്കപ്പെട്ടാലും അതിൻ്റെ വസ്തുത ശരിയാണെങ്കിൽ, അത് പ്രമാണബദ്ധമാണെങ്കിൽ എതിർക്കാൻ